ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 4:20 തന്നെ പെലച്ചക്ക് എണീക്കുന്ന ടൈമിൽ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുളിക്കാനും വെള്ളമൊക്കെ വെക്കണം. അപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തേക്ക് നൂഡിൽസും വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കൊറിയൻ നൂഡിൽസ് എന്തോ ആണ് കേട്ടോ. അപ്പോൾ അത് വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മസാലകളൊക്കെ ഇതിക്കിടാതെ സെപ്പറേറ്റായിട്ട് മസാലകളൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇതിൽ ഒരു ഓയിലോ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഫസ്റ്റ് ഇട്ട മസാല ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുമില്ല, നൂൽപുട്ടുകളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെയല്ല ഫുൾ വീഡിയോ. അപ്പോൾ നൂഡിൽസൊക്കെ നല്ല വേവിച്ചതിൻ്റെ വെള്ളമൊക്കെ നല്ല ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മസാലയൊക്കെ ഇട്ടൊന്ന് ഇളക്കി നോക്കാം. എനിക്കെന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൽക്കൊക്കെ വിളമ്പി കൊടുത്ത് പിന്നെ ചുരിദാറൊക്കെ ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ പെരുന്നാൾക്കും പെരുന്നാളിനും എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 വർഷമായിട്ട് പോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. മോളെന്തായാലും വരുന്നില്ല, മോള് തറവാട്ടിലേക്ക് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങളിന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ രാവിലെ നൂഡിൽസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും അങ്ങനെ വീട്ടിൽ പോകും കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യത്തെ പെരുന്നാളാണ്. പക്ഷെ ആരും ഇവിടെ ഉമ്മ ഉണ്ട്, ഉമ്മ പാക്കണയിലും പോവും. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ അയൽവാസികളുടെ അടുത്തൊക്കെ ഒന്ന് പെരുന്നാളൊക്കെ അല്ലേ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ ഒരു 3 പള്ളിയിൽ പോയി കേട്ടോ. അപ്പം ഞങ്ങളിവിടെ അയൽവാസികളുടെ വീട്ടിലൊക്കെ കയറി ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് അങ്ങനെ തേച്ചയൊക്കെ പെട്ടിട്ട് അങ്ങനെ വരാൻ നിൽക്കുമ്പോഴാട്ടോ ആങ്ങളെയും മോളൊക്കെ ഹോസ്പിറ്റലിൽ വിക്ടോറിയയിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ട് വരിക, നമുക്ക് അവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. പിന്നെ ഉച്ചയായി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ കേട്ടോ. പിന്നെ ഞങ്ങൾ കാറിൽ കയറി എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിവടയും കാര്യങ്ങളൊക്കെ വാങ്ങി ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ട് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അധികം സമയം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ 1 മണി 1:30 ആയിട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയും ആണ് കേട്ടോ. നോമ്പ് തുറക്കനെ ബിരിയാണിയൊക്കെ വെച്ച് ഇപ്രാവശ്യം എല്ലാവർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബിരിയാണി വേണ്ട, തേങ്ങാച്ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങാച്ചോറും ചിക്കൻ പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ മോള് പറയാം, പെരുന്നാളായിട്ട് ചിക്കൻ ബിരിയാണി ഇല്ലാതെ നമ്മൾ പിന്നെ തേങ്ങാച്ചോറ് തിന്നുകയാണ്, അപ്പോൾ തേങ്ങാച്ചോറ് തിന്നാനാണ് അപ്പോൾ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവൾക്ക് തേങ്ങാച്ചോറ് വലിയ പിടുത്തമല്ല, അവൾക്ക് ബിരിയാണിയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാ പെരുന്നാളിനും എവിടേക്കെങ്കിലുമൊക്കെ പോകണം, ടൂറടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും നിൽക്കൂട്ടോ. പക്ഷേ ആർക്കും ഒഴിവുണ്ടാവില്ല, ആർക്കും വരാൻ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരും ഉണ്ടായപ്പോൾ അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മളെ പിന്നെ എന്താ പറയുക, സ്ഥലത്തിന് എനിക്കൊരു പേര് ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഞങ്ങൾ തോട്ടിക്ക് കുളിക്കാനും അലക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ചേരമ്പാടി ഭാഗത്ത് പിന്നെ എന്താണ് ഉപ്പിലിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഉമ്മയും ഉപ്പയും വന്നിട്ടില്ല, പിന്നെ ചെറിയ മരുവനും വന്നിട്ടില്ല കേട്ടോ. ചെറിയ മരുവൻ ഗൾഫിലാണ്. പിന്നെ ബാക്കി ഞങ്ങൾ വലിയ മരുവനും പിന്നെ ഞങ്ങൾ കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ, ആങ്ങളെയും. അപ്പോൾ അത് ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നിറയെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോയിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അത് ഇപ്പോൾ കാണുമ്പോൾ എന്തോ രസമാണ്. പക്ഷേ സ്ഥലത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ്, നമുക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. സ്ഥലവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട്. പിന്നെ ഈ സ്പോട്ട് മാങ്ങേൻ്റെയൊക്കെ ഉള്ള അവിടെ മാത്രം ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അതുപോലെ തന്നെയുണ്ട്.
എന്താ എത്തിയിട്ടോ, നിറയെ ആൾക്കാരുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഒരു 10 അടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം നിന്നിരുന്ന ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് നടന്ന് കയ്യിന്ന് സ്കൂളിലേക്കൊക്കെ പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കാറിലും പിന്നെ ഈ 2 ആൾക്കാർ ബൈക്കിലും സ്കൂട്ടിയിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാക്കണയിൽ ഞങ്ങൾ തറവാട്ടിൽ വാടകയ്ക്ക് നിന്ന അവരെ ഫാമിലി ആ കുട്ടികളൊക്കെ കണ്ടു കേട്ടോ. അവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ. അപ്പോൾ ഈ കാണുന്നത് സൈക്കിൾ ചവിട്ടി ജ്യൂസ് അടിക്കുന്ന എന്തോ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വന്നിറങ്ങിയതും എൻ്റെ അമ്മായിൻ്റെ മോളെ കുട്ടീനെ കണ്ടു കേട്ടോ. പാവം തോന്നി കേട്ടോ കണ്ടപ്പോൾ. എൻ്റെ മോള് മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെയൊക്കെ പ്രായം തന്നെയാണ്. പക്ഷേ കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ പിന്നെ അവൾ മരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച മുന്നേ അവളെ കൂടെ നടന്നിരുന്ന ഒപ്പം തന്നെ പാടിയെന്ന് വന്നിരുന്ന ഒരാളും കൂടി മരിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ കോയമ്പത്തൂരായിരുന്നു. പിന്നെ അതിന് കാണാനും പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ ആര് ജയിച്ചിരിക്കും, ഞാനോ ആരാന്നൊന്നും നമുക്കറിയില്ലല്ലോ. അത് പിന്നെ അവൾ മരിച്ചൊരു 8 മാസം കഴിഞ്ഞേക്കട്ടോ അവളെ ഫ്രണ്ടും മരിച്ചത്. അപ്പോൾ മോനെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അതാണ് കേട്ടോ പേപ്പറും ഇങ്ങനെ പറഞ്ഞത്. സാൾട്ട് മാംഗോ ട്രീ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എല്ലാ എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു മുതൽ കുരുമുളക്, ഇഞ്ചി, മാങ്ങയിഞ്ചി, വാഴത്തണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പയർ, ഇരുമ്പം പുളി, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. ചാമ്പക്ക, പേരക്ക, പിന്നെ ലൂബിക്ക, ബീട്രൂട്ട് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട്. നിറയെ ആൾക്കാരും വരുന്നുണ്ട്. കുൽക്കി സർബത്തും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പിന്നെ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നേ കാണുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേ പോയിന്നേ അറിയുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ബട്ടർ ഫ്രൂട്ടാണ്. ഇതൊക്കെ എങ്ങനെയാണ് തിന്നുന്നതെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം എവിടെ പോയാലും എന്തെങ്കിലും തിന്നുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കാണാനുണ്ടെങ്കിലോ കാണുന്നതും തിന്നുന്നതൊന്നല്ല ഇപ്പോൾ മെയിനായിട്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പോക്കാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബീച്ചിൽ പോയിരുന്ന സമയത്തും അതേമാതിരി തന്നെ അവിടെ ആസ്വദിക്കാനുള്ള ടൈമൊന്നുമില്ല. അവിടെ വീഡിയോ എടുക്കുക, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ കണ്ണ് കാണുന്ന കേട്ടോ. പിന്നെ വീട്ടിൽ വരുമ്പോഴാണല്ലോ വീഡിയോ എടുത്ത നേരം ഒക്കെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ത്വരയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ഭയങ്കര തിരക്കിലാണ്. ജ്യൂസ് കുടിക്കലും മാങ്ങ തിന്നണയൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ പോയിട്ട് തിന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചോളമാണ് കേട്ടോ. ചോളം വേവിച്ചിട്ടാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചിരിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കളൊക്കെ നല്ല തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. മക്കൾ തിന്നുമെന്ന് പറഞ്ഞാൽ അവരെല്ലാതും തിന്നുന്നുണ്ട്. പിന്നെ ചെറിയ മോനക്കൊക്കെ അത് ചോളത്തിൻ്റെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായത് ചോളാണ്. പിന്നെ പൈനാപ്പിൾ പിന്നെ എന്തോ സോസ് പോലെ മുളകൊക്കെ ഇട്ട് വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ നല്ല തീറ്റയെല്ലാം കേട്ടോ. പൈനാപ്പിളൊക്കെ വാങ്ങുന്നത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പേരക്ക ജ്യൂസും മുന്തിരി ജ്യൂസും വാങ്ങുന്നതൊക്കെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പേരക്ക ജ്യൂസും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം മോനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഒക്കെ തിന്നും ടേസ്റ്റ് നോക്കിയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇനി ബാക്കി നാളെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.